എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും അതുപോലെ തന്നെ പെർട്ട് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറേ ബേസിക് ടേംസും പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ CPM വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു CPM അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് CPM വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് ഇപ്പോൾ സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു പെർട്ട് അല്ലേ, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്ന് പറയുന്ന പെർട്ടിൽ വരുന്ന പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതും കൂടി പഠിച്ച് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ സേഫാണ്, നമുക്ക് അത്യാവശ്യം നല്ല സ്കോർ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അവസാനം പറയാൻ പോകുന്ന ഭാഗം നമ്മുടെ ഈ ഒരു പെർട്ടിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മളൊരു നമ്മൾ മുന്നേ CPMൻ്റെയും പെർട്ടിൻ്റെയും ഡിഫറൻസിന് അല്ലെങ്കിൽ നമ്മൾ കമ്പാരിസൺ ഒരു ടേബിൾ പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം പറഞ്ഞൊരു പോയിൻ്റ് ആയിരുന്നു. ഇവിടെ 3 ടൈം എസ്റ്റിമേറ്റുകളാണുള്ളത് അല്ലേ. അതിൽ 3 ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈം വരുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈമും, ഇത് നമ്മൾ TO വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത് വരുന്നത് മോസ്റ്റ് ലൈക്ലി ടൈമും, അപ്പോൾ നമ്മൾ TM വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പെസ്സിമിസ്റ്റിക് ടൈമും അല്ലെങ്കിൽ TP വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ CPM പെർട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി CPMനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു. ഇതിൽ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെർട്ടിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ പെർട്ടിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. ഒരു ഇക്വേഷനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 3 ടൈം എസ്റ്റിമേറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കിയാൽ നമ്മൾ പഴയ CPM ഉപയോഗിച്ച സെയിം ടെക്നിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും CPMൻ്റെ പ്രോബ്ലംസ് കണ്ട് പഠിച്ച ആൾക്കാർ മാത്രമേ ഈ ഒരു ക്ലാസ് കണ്ട് കാര്യം ഉണ്ടായിരിക്കുള്ളൂ. കാരണം അതിൽ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇനി അത്രത്തോളം ഡെപ്തിലേക്ക് നമ്മൾ പോകില്ല, കാരണം സ്പീഡിൽ പറഞ്ഞു പോകും. കാരണം നമ്മുടെ ആ ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ശേഷം ആ സെയിം പ്രൊസീജിയർ ഇവിടെ യൂസ് ചെയ്യും. അതിൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ഒരു 3 ടൈം എടുക്കുന്ന കാര്യത്തിൽ മാത്രമേ മാറ്റം ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം തന്നെയാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു 3 ടൈമിനെ കുറിച്ചാണ്. ഇപ്പോൾ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈം. നമ്മളതിനെ TO വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഇൻ ദിസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എവരിത്തിങ് വിൽ ഗോ വെൽ അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നടക്കുന്നൊരു സാഹചര്യത്തിൽ അപ്പോൾ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബാക്കി സെൻറ്റൻസ് വായിക്കാം. ദെയർഫോർ ഇറ്റ് ഈസ് ദ ടൈം എസ്റ്റിമേറ്റ് ഓഫ് ദ മിനിമം പോസിബിൾ ടൈം വിച്ച് ആൻ ആക്ടിവിറ്റി ടേക്സ് ഫോർ കംപ്ലീഷൻ അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ് അല്ലേ. അപ്പോൾ ഒരു ഐഡിയൽ കണ്ടീഷനിൽ വർക്ക് നടക്കുകയാണെങ്കിൽ, ഒരു ഐഡിയൽ കണ്ടീഷനിൽ വർക്ക് നടക്കുകയാണെങ്കിൽ ഒരു മിനിമം സമയം അവിടെ ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. ഓരോ ആക്ടിവിറ്റികളും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യിക്കാൻ നമുക്കൊരു മിനിമം ടൈം മാത്രമേ ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ടൈമിനാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം അഥവാ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക TO എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചായിരിക്കും. ഇൻ ദിസ് നോ പ്രൊവിഷൻസ് ആർ മെയ്ഡ് ഫോർ ഡിലേയ്സ് ഓർ ബ്രേക്ക് ഡൗൺസ്. അപ്പോൾ അവിടെ ഡിലേയ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺസ് നമ്മളവിടെ കണക്കാക്കുന്നുണ്ടായിരിക്കില്ല. അവിടെ ഏറ്റവും മിനിമം ടൈമാണ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദിസ് എസ്റ്റിമേറ്റ് ഓഫ് ടൈം ഈസ് ഡിനോട്ടഡ് ബൈ TO അല്ലേ. TO ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ മോസ്റ്റ് ലൈക്ലി ടൈം. ഇറ്റ് ഈസ് ദ വാല്യൂ വിച്ച് വിൽ പ്രോബബ്ലി ബി ദ ആക്ച്വൽ ടൈം. അതായത് ശരിക്കും അവിടെ ആക്ച്വൽ പ്രാക്ടീസിൽ നടക്കുന്ന സമയമാണ് നമ്മുടെ ആ ഒരു മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. ഇൻ ദിസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് തിങ്സ് ഗോ ഇൻ ദ നോർമൽ വേ. അതായത് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോർമൽ കണ്ടീഷനിൽ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ടൈം എത്രത്തോളം സമയം എടുക്കും, എന്തൊക്കെ വരും, അവിടെ ഡിലേസ് സംഭവിക്കുന്നുണ്ടായിരിക്കും, സെറ്റ് ബാക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ ഡിലേസൊക്കെ നമ്മൾ കണക്കാക്കി എടുക്കുന്ന ആ ഒരു ടൈമാണ് നമ്മുടെ മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത് അല്ലേ. വിത്ത് എ ഫ്യൂ ഡിലേസ് ഓർ സെറ്റ് ബാക്സ് ദിസ് എസ്റ്റിമേറ്റ് ഓഫ് ടൈം ലൈസ് ബിറ്റ്വീൻ ദ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസ്സിമിസ്റ്റിക് ടൈം. അപ്പോൾ ഈ ഒരു മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ പെസ്സിമിസ്റ്റിക്കിൻ്റെയും ഇടയിൽ വരുന്ന ടൈമാണ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ടൈം പറഞ്ഞു, ഒപ്റ്റിമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലിയും ടൈമും. അതായത് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് മിനിമം പോസിബിൾ ടൈമാണ്. അതായത് എവരിത്തിങ് ഒരു എല്ലാ വർക്കുകളും നടക്കുന്നത് ഐഡിയൽ കണ്ടീഷൻ ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ടൈമാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം, അതായത് മിനിമം ടൈമാണ്. രണ്ടാമത് പറയുന്നത് മോസ്റ്റ് ലൈക്ലി ടൈമാണ്. അതായത് നോർമലായിട്ട് പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്ന ടൈമാണ് മോസ്റ്റ് ലൈക്ലി ടൈം. അതായത് ഫ്യൂ ഡിലേയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ടൈമായിരിക്കും നമ്മുടെ മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെയാണ് നമ്മുടെ പെസ്സിമിസ്റ്റിക് ടൈം. ഇപ്പോൾ നോക്കാം. This time is based on the assumption that everything will go badly. അപ്പോൾ എല്ലാ പ്രോസസ്സുകളും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റികളും മോശമായിട്ട് അല്ലെങ്കിൽ വിചാരിച്ച പോലൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് എല്ലാം ഡിലേ വന്ന് സംഭവിക്കുന്ന അല്ലെങ്കിൽ എല്ലാം ഏറ്റവും മോശപ്പെട്ട രീതിയിൽ നടക്കുന്ന ആ ഒരു സമയം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ സമയം എന്നല്ല, ആ എടുക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കും, അല്ല ടോട്ടൽ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ പെസ്സിമിസ്റ്റിക് ടൈം എന്ന് പറയാം. ദസ് ഇറ്റ് ഈസ് ദ മാക്സിമം പോസിബിൾ ടൈം, അല്ലെ അവിടെ എന്താണ് അത് മാക്സിമം പോസിബിൾ ടൈമാണ് ടേക്കൺ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള മാക്സിമം പോസിബിൾ ടൈമാണ് നമ്മുടെ പെസ്സിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നമ്മുടെ TP ആയിരിക്കും കേട്ടോ. ഇപ്പോൾ P ഫോർ പെസ്സിമിസ്റ്റിക്, M ഫോർ മോസ്റ്റ് ലൈക്ലി, O ഫോർ ഒപ്റ്റിമിസ്റ്റിക്. നമ്മളിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെസ്സിമിസ്റ്റിക്കിൻ്റെയും ഒപ്റ്റിമിസ്റ്റിക്കിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഏറ്റവും മിനിമം ടൈമാണ് നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക്, ഏറ്റവും മാക്സിമം ടൈമാണ് പെസ്സിമിസ്റ്റിക്, ഇതിനിടയ്ക്ക് വരുന്ന മിഡിൽ വരുന്ന ടൈമാണ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 ടൈമിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ 3 ടൈം വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ കണ്ടെത്തും. ഓക്കെ, എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ എന്ത് ചെയ്യും, ഈ 3 ടൈമുകൾ വെച്ച് നമ്മൾ കണ്ടെത്തുന്ന ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. ഇതവിടെയാണ് ഇക്വേഷൻ വരുന്നത്. എക്സ്പെക്റ്റഡ് ടൈം നമ്മളതിനെ TE വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. TE ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP. അതായത് TO പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ആണ്, TM എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി, TP എന്ന് പറഞ്ഞാൽ പെസ്സിമിസ്റ്റിക്. അപ്പോൾ TO പ്ലസ് 4 × TM ചെയ്യണം, പ്ലസ് TP ഡിവൈഡ് ബൈ 6 ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ടൈമിൻ്റെ ഇക്വേഷൻ. അതായത് നമുക്ക് ഈ ഒരു പെർട്ടിൻ്റെ പ്രോബ്ലത്തിൽ നമുക്ക് ഒരു ടേബിളിനകത്ത് എന്ത് ചെയ്യും, ഇതുപോലെ ഈ 3 ടൈമുകൾ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ആ 3 ടൈമുകൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ നമ്മൾ നേരത്തെ മുന്നേ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ഒരു ഡ്യൂറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലേ? നമ്മൾ ആ ചാർട്ട് വരയ്ക്കുമ്പോൾ അല്ലേ, നമ്മളിങ്ങനെ ചാർട്ട് വരയ്ക്കുമ്പോൾ ഇതിനിടയ്ക്ക് ആ ലെറ്റർ നമ്മൾ ആക്ടിവിറ്റി എഴുതും, അതിൻ്റെ കൂടെ നമ്മളൊരു ഡ്യൂറേഷൻ 6 ഡേയ്സ് നമ്മൾ എഴുതാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ കിട്ടുന്ന എക്സ്പെക്റ്റഡ് ടൈം, ആ ഡ്യൂറേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടണം, നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പെർട്ടിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. നമ്മൾ CPM പഠിച്ച സെയിം സ്റ്റെപ്സ് തന്നെയാണ് ബാക്കി എല്ലാ കാര്യത്തിലും, ബാക്കി എല്ലാ സ്റ്റെപ്പുകളിലും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം ആദ്യം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ പെർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതായത് എ പ്രൊജക്റ്റ് ഹാസ് 7 ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ 7 ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു പ്രൊജക്റ്റിൽ. ഡ്രോ നെറ്റ്വർക്ക് ഡയഗ്രം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നെറ്റ്വർക്ക് ഡയഗ്രം വരയ്ക്കണം. പിന്നെ 3 ടൈം എസ്റ്റിമേറ്റ്സ് ആർ ഗിവൺ ബിലോ, അല്ലെ ഏതൊക്കെയാണ് 3 ടൈം എസ്റ്റിമേറ്റ്സ്, ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, പെസ്സിമിസ്റ്റിക്. ആ 3 ടൈം എസ്റ്റിമേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രോ പ്രൊജക്റ്റ് നെറ്റ്വർക്ക്, അല്ലേ, നെറ്റ്വർക്ക് ഡയഗ്രം വരയ്ക്കണം. കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് ടൈം, നമ്മൾ നേരത്തെ പറഞ്ഞുള്ള TE എന്ന് പറഞ്ഞ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാണാം, നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞു, അല്ലേ, തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഐഡൻറ്റിഫൈ ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് ഫൈൻഡ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. എന്ത് ചെയ്യണം, നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഫൈൻഡ് ചെയ്യണം, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഡ്യൂറേഷനും നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ CPM ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം കാണാനുള്ള 3 ടൈമുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അത് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഈ ആക്ടിവിറ്റീസ് വെച്ച് നമുക്ക് ആദ്യം ഡയഗ്രം വരയ്ക്കാം, നെറ്റ്വർക്ക് ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഫസ്റ്റ് വരുന്നത് എന്താണ്, ആക്ടിവിറ്റി 1 to 2, അല്ലേ, പിന്നെ ആക്ടിവിറ്റി 1 to 3, പിന്നെ ആക്ടിവിറ്റി 1 to 4. അതായത് 1 എന്ന് പറയുന്ന ഇവൻ്റിൽ നിന്ന് 2ലേക്കും പോകുന്നുണ്ട്, 3ലേക്കും പോകുന്നുണ്ട്, 4ലേക്കും പോകുന്നുണ്ട്, അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇത് 1 ആണെങ്കിൽ 1ൽ നിന്ന് 2ൽ പോകുന്നുണ്ട്, 3ൽ പോകുന്നുണ്ട്, 4ൽ പോകുന്നുണ്ട്, അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ 2, 3, 4 എഴുതാം. എന്നിട്ട് ആരോ മാർക്ക് കൊടുക്കുക സാധാരണ ചെയ്യുന്ന പോലെ, അല്ലേ. 1ൽ നിന്ന് 2ലേക്കും 3ലേക്കും 4ലേക്കും പോകുന്നുണ്ട്. പിന്നെ 2ന്ന് നോക്കുക 5ലേക്കും, 3ന്ന് 5ലേക്കും, അല്ലേ. അപ്പോൾ 2ന്ന്
പോകുന്നത് 5ലേക്ക്, 2 പോകുന്നത് 5ലേക്ക്, അതുപോലെ 3 പോകുന്നത് എവിടെയാണ്? അതും 5ലേക്കാണ്. 3 പോകുന്നതും 5ലേക്കാണ്. ഇനി നോക്കുക, അടുത്ത് വരുന്നത് 4 6ലേക്കും 5 6ലേക്കും അല്ലേ. 4 5 പോകുന്നത് എങ്ങോട്ടാണ്? 6ലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ വരച്ചാൽ മതി. 4 5 6ലേക്കാണ് പോകുന്നത്. കണ്ടോ? അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം റെഡി ആയിട്ടുണ്ട് അല്ലേ. നെറ്റ്വർക്ക് ഡയഗ്രാം റെഡിയായി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ടൈം ഡ്യൂറേഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ഇവൻറ്റുകൾക്കിടയിൽ നമ്മൾ മാർക്ക് ചെയ്യണം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ CPMനും പെർട്ടിൻ്റെയും ആ ഒരു ഡിഫറൻസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ് അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഒരു ഇവൻറ്റിൽ നിന്ന് മറ്റൊരു ഇവൻറ്റിലേക്ക് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ CPMൽ വരയ്ക്കുമ്പോൾ എന്തായിരുന്നു? ഇവിടെ നമ്മളൊരു ആക്ടിവിറ്റീൻ്റെ പേര് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആ പേര് ആക്ടിവിറ്റി കൊടുക്കും. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവൻറ്റ് ഇതാണ്, ഇത് എൻഡാണ്, അല്ലെങ്കിൽ ടെയിലും ഹെഡും ആണ് അങ്ങനെ വരുന്നത്. എന്നാൽ നമ്മുടെ പെർട്ട് ആകുമ്പോൾ എന്താണ്? അത് ഡയറക്റ്റ് ഇതേപോലെ ആ ആക്ടിവിറ്റീസ് കാണിച്ചിരിക്കുന്നത് ഇവൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അല്ലേ. നമ്മൾ ഡിഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ് ഓറിയൻറ്റഡും നമ്മുടെ CPM എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡുമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനർത്ഥം ഇതാണ് നമ്മുടെ ഇവൻറ്റ് ഓറിയൻറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഇവിടെ ആക്ടിവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ കോളത്തിൽ എന്തുണ്ടായിരുന്നു? പ്രീ ഡിസിസർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തില്ല, പെർട്ടിൽ അങ്ങനെ കൊടുക്കുന്നില്ല. പകരം ഇവൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവിടെ ആക്ടിവിറ്റീസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡയഗ്രാം കിട്ടുന്നത് വളരെ എളുപ്പമാണ്. ഈ ഡയഗ്രാം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ഡ്യൂറേഷൻ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡ്യൂറേഷൻ എഴുതി വെക്കണം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ആ ടൈമുകളൊക്കെ കാണണം. അപ്പോൾ ഡ്യൂറേഷൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? ആക്ടിവിറ്റി 1 to 2ൻ്റെ എക്സ്പെക്ട് ടൈം നമ്മൾ ആദ്യം കാണണം. പിന്നെ ഓരോന്നിൻ്റെയും 7 ആക്ടിവിറ്റീസിൻ്റെ എന്ത് ചെയ്യുക? എക്സ്പെക്ട് ടൈം നമ്മൾ കാണാം. നമുക്ക് ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കും. T എന്ന് പറഞ്ഞാൽ TO പ്ലസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4TM അല്ലേ. 4 ഇൻറ്റു മോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് എന്താണ്? നമ്മുടെ പെസിമിസ്റ്റിക് ടൈം TP ഓൾ ഡിവൈഡ് ബൈ 6 ചെയ്താൽ നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ഓരോന്നിൻ്റെ എക്സ്പെക്ട് ടൈം നമ്മളെങ്ങനെ കാണാം? വളരെ എളുപ്പമല്ലേ? ആലോചിച്ച് നോക്കൂ. അതായത് ഫസ്റ്റത്തെ നോക്കുക, ഫസ്റ്റത്തെ 1 to 2 നോക്കുക. അതായത് T = എന്ത് കിട്ടും? നമ്മുടെ TO എന്ന് പറയുന്നത് 1 ആണല്ലേ. 1 ആണ്. 1 പ്ലസ് TM എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ 4 ഇൻറ്റു TM ആകുമ്പോൾ 4 ഇൻറ്റു 1 1 കിട്ടും. 4 ഇൻറ്റു 1 4 കിട്ടും. പ്ലസ് TP എന്ന് പറയുന്നത് 7 ആണ്. പ്ലസ് 7 അല്ലേ. ഡിവൈഡ് ബൈ 6. അപ്പോൾ 4ഉം 1ഉം 5, 5 7ഉം 12, 12/6 ചെയ്താൽ നമുക്ക് 2 കിട്ടും. അതിൻ്റെ അർത്ഥം നമ്മുടെ 1 to 2ൻ്റെ നമ്മുടെ ടൈം എത്രയാണ്? എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, 2 ഇപ്പോൾ ഇവിടെ വീക്സിലാണ് കൊടുത്തിരിക്കുന്നത്. സോ 2 വീക്സ് ആയിരിക്കും നമ്മുടെ ആ ഒരു 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? നമുക്ക് 1 to 3 നോക്കാം. നിങ്ങൾ പറയൂ, ആലോചിച്ച് നോക്കൂ. നമ്മൾ 1 to 3 നോക്കുമ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം 1 ആണ്. 4 ഇൻറ്റു TM എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു മോസ്റ്റ് ലൈക്ലി ടൈമാണ്. 4 ഇൻറ്റു 4 16 കിട്ടും. പിന്നെ പ്ലസ് TP 7 അല്ലേ. 16 1 17, 17 7 24, 24/6. അപ്പോൾ നമുക്ക് ഇവിടെ 24/6 നമുക്ക് 4 കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യാം? അങ്ങനെ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യുക? എക്സ്പെക്റ്റഡ് ടൈം നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. ഓരോന്നിനും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം വളരെ എളുപ്പമുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. ശേഷം എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഓരോ വാല്യൂസ് എന്ത് ചെയ്യുക? നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടേക്ക് നമ്മൾ മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ 1 to 2 നമുക്ക് കിട്ടുന്നത് 2 ആയിരിക്കും. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ 1 to 3 വരുന്നത് 4 ആയിരിക്കും എക്സ്പെക്റ്റഡ് ടൈം. പിന്നെ 1 to 4 വരുന്നത് 3 ആയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ 2 to 5 വരുന്നത് 1 ആയിരിക്കും എക്സ്പെക്റ്റഡ് ടൈം. 4 to 5 വരുന്നത് 3 to 5 വരുന്നത് 6 ആയിരിക്കും. പിന്നെ 4 to 6 വരുന്നത് 5 ആയിരിക്കും. പിന്നെ 5 to 6 വരുന്നത് 7 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണിപ്പോൾ ഓരോ ആക്ടിവിറ്റിക്ക് ഇടയ്ക്കുള്ള അല്ലെങ്കിൽ ആ എക്സ്പെക്റ്റഡ് ടൈം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ഏർലിയസ്റ്റ് ടൈമും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടൈമും നമ്മൾ കാണാം. എന്ത് ചെയ്താൽ മതി? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യം മേലെ എല്ലാത്തിൻ്റെയും മേലെ സ്ക്വയർ വരയ്ക്കുക അല്ലേ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ച് വെക്കുക. എല്ലാ ഇവൻറ്റിൻ്റെ മേലെയായിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുക.
താഴെ എന്ത് ചെയ്യുക, നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ ട്രയാങ്കിൾ, ഇവിടെ ട്രയാങ്കിൾ, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഓരോന്നും കണ്ടെത്തുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ഇവൻറ്റിൻ്റെ അവിടെ നമ്മൾ 0 ആണ് നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ഏർലിയസ്റ്റ് ടൈമായിട്ട് നമ്മൾ എഴുതുന്നുണ്ടായിരിക്കാം. പിന്നെ ഇവൻറ്റ് 2 കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും 0 + 2 നമുക്ക് ഇവിടെ 2 വരും അല്ലേ. നമുക്കിവിടെ എന്ത് എഴുതാം, നമ്മുടെ 0 + 4 നമുക്ക് ഇവിടെ 4 വരും. പിന്നെ 0 + 3 നമുക്ക് ഇവിടെ 3 വരും അല്ലേ. അപ്പോൾ നമ്മുടെ ഏർലിയസ്റ്റ് ടൈം നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഇവിടുന്ന് 3 എന്ന് പറയുന്ന ഇവൻ്റ് ഒന്നും 2 എന്ന് പറയുന്ന ഇവൻ്റ് ഒന്നും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബിഗ്ഗസ്റ്റ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുക അല്ലേ. അതായത് 2ഉം 1ഉം കൂട്ടിയാൽ നമുക്ക് 3 കിട്ടും, 4ഉം 6ഉം കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. അപ്പോൾ എന്താണ്, വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് 10 ചൂസ് ചെയ്യണം അല്ലേ. ഇനി അതേപോലെ ഇനി നമുക്ക് ഇവിടെയാണ് എഴുതാനുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടുന്ന് ഇവൻ്റ് വരുന്നുണ്ട്, ഇവിടുന്ന് ഇവൻ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും, അതും ഈ പറഞ്ഞ പോലെ ബിഗ്ഗസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യണം. അതായത് 3ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് 8 കിട്ടും, 10ഉം 7ഉം കൂട്ടിയാൽ നമുക്ക് 17 കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 17 നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അല്ലേ. അതിൽ 17 ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നേരെ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഏർലിയസ്റ്റ് കണ്ടു. ഇനി എന്ത് ചെയ്യണം, ലേറ്റസ്റ്റ് നമ്മൾ കാണണം. ഓക്കെ, ലേറ്റസ്റ്റ് ടൈം കാണാം. അപ്പോൾ ഇവിടെ അറിയാം നമുക്ക് അതേപോലെ 17, ഈ കിട്ടിയ 17 എന്ത് ചെയ്യാം, താഴേക്ക് മാറ്റി എഴുതാം. നമ്മളിവിടുന്ന് 17 - 5 ചെയ്യുമ്പോൾ നമുക്കിവിടെ 12 കിട്ടും. അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. 17 - 7 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അതിലും കൺഫ്യൂഷനില്ല. പിന്നെ 10 - 6 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. അതിൽ കൺഫ്യൂഷനില്ല. 10 - 1 ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. അതിലും കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഇവിടുന്ന് കണ്ടോ 3 ഇവൻറ്റ്സാണ് ഇവിടുന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിലെന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബിഗ്ഗസ്റ്റ് അല്ല, നമ്മൾ തിരിച്ച് വരുമ്പോൾ എന്തായിരിക്കും, ബാക്ക്വേർഡ് പാസ് മെത്തേഡ് ആകുമ്പോൾ ലോവസ്റ്റ് വാല്യൂ നമ്മൾ എടുക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, 12 - 3 ചെയ്താൽ 9 ആണ്. 4 - 4 ചെയ്താൽ 0 ആണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ആലോചിക്കില്ല, 0 ആണെങ്കിൽ പിന്നെ അതിനേക്കാളും ചെറിയ വാല്യൂ വേറെ ഇല്ലല്ലോ. ഇവിടെ ആണെങ്കിൽ 9 - 2 ആണെങ്കിൽ 7 ആണ് വരിക. സോ 0 നമുക്ക് സെലക്ട് ചെയ്യാം. സോ നമ്മുടെ ചാർട്ട് നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു, ടൈമുകൾ കിട്ടി അല്ലെ, ഡ്യൂറേഷൻസ് കിട്ടി, ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്താവുന്നതാണ് അല്ലേ. അപ്പോൾ ശരിക്കും ക്രിട്ടിക്കൽ പാത്ത് കാണാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം വേറെ സ്റ്റെപ്പും കൂടി ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു ഐഡിയയും കൂടി ഉണ്ട്. അതായത് ഓരോ ഇവൻറ്റിനകത്തും നമ്മുടെ ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും ഒരേ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ പാത്തായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ചില കേസിലൊക്കെ പല വഴികളിൽ ഒരേപോലെ നമ്പർ വരാറുണ്ട്. അപ്പോഴാണ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്ത പോലെ ടോട്ടൽ ഫ്ലോട്ടും അതുപോലെ തന്നെ ഫ്രീ ഫ്ലോട്ടൊക്കെ നമ്മൾ കാണേണ്ട ആവശ്യം വരും. എന്നാൽ ഇവിടുത്തെ കേസിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഇവിടെ 0 ആണ്, അതൊക്കെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ സ്ക്വയറിനകത്തും റെക്റ്റാങ്കിളിനകത്തും 4 4 ആണ്. ഇവിടെ നോക്കിയാൽ 10 10 ആണ് സ്ക്വയറിനകത്തും റെക്റ്റാങ്കിളിനകത്തും. പിന്നെ ഇവിടെ എന്തായാലും സെയിം തന്നെ ആയിരിക്കും, സംശയമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക ഇതിൽ ക്രിട്ടിക്കൽ പാത്ത് ഇപ്പോൾ ഏതാണ്, ആ ഒരേപോലെ ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും വന്നിട്ടുള്ള ആ ഒരു ഇവൻറ്റുകളാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്തായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടുന്ന് 1 to 2, 3 to 5, 5 to 6, 1 3 5 6. ഓക്കെ, 1 3 5 6 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഡ്യൂറേഷൻ എത്രയായിരിക്കും, 7 + 6 13, 13ഉം 4ഉം 17, അതായത് ടോട്ടൽ ഡ്യൂറേഷൻ 17 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിലിപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അവിടെ ടി എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക സംശയമുള്ളവർ. അങ്ങനെ നമുക്ക് ഫൈനൽ ടി കിട്ടും, ഓരോ ആക്ടിവിറ്റിക്ക് ഇടയ്ക്കുള്ള ടി കിട്ടും.
ഉണ്ടോ 1356 എന്നുള്ള ആ ഒരു ക്രിട്ടിക്കൽ പാത്ത് കിട്ടിയിട്ടുണ്ട്. അതിലെ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ 17 ഡേയ്സ് ആണ്. ക്രിട്ടിക്കൽ പാത്ത് 1356 ആണ്. അതുപോലെ നമുക്ക് 1356 എന്ന് പറയുന്ന പാത്തുണ്ട്, 1256 എന്ന് പറയുന്ന പാത്തുണ്ട്, 146 എന്ന് പറയുന്ന പാത്തുണ്ട്. ഓരോ പാത്തിലെയും ഉണ്ടോ ടോട്ടൽ ഡ്യൂറേഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടെത്തി എഴുതി വെക്കാവുന്നതാണ്. അതായത് 1256 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ മൊത്തം കൂട്ടി നോക്കുക. ഈ 2 പ്ലസ് ഈ 3 പ്ലസ് ഈ 7 ഇപ്പോൾ എത്ര കിട്ടും? 2 പ്ലസ് 1 പ്ലസ് 7, 2 1 7, 2 1 3, 3 10. അതുപോലെ നമ്മുടെ 1, അതുപോലെ 1 4 6 ഈ പാത്തിലാകുമ്പോൾ എന്ത് ചെയ്യാം, 3 പ്ലസ് 5 അവിടെ 8 കിട്ടും അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ 1256 2 പ്ലസ് 1 പ്ലസ് 7, 7 8 8 2 10. അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഓരോ പാത്തിലുള്ള ക്രിട്ടിക്കൽ പാത്ത് അല്ലാത്ത പാത്തിലുള്ളയും പ്രൊജക്റ്റ് ഡ്യൂറേഷൻ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കതിൽ ഏറ്റവും കൂടുതൽ 17 ആണ്. അതായത് 1356 ആണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളതും കൂടി നോക്കുക. നമ്മൾ അതിൻ്റെ ഒരു സ്കീമാണ്, അതായത് നമ്മൾ മാർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നുള്ളതിൻ്റെ സ്കീമാണ്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നെറ്റ്വർക്ക് വരച്ചാൽ 2 മാർക്ക് കിട്ടും, ഡയഗ്രാം വരച്ചാൽ. പിന്നെ ടൈം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ടി കണ്ടെത്തിയാൽ 2 മാർക്ക് കിട്ടും. പിന്നെ പാത്തിൻ്റെ ഡ്യൂറേഷൻസ് കണ്ടെത്തി നമ്മൾ ഇതേപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ പാത്തിൻ്റെ ഡ്യൂറേഷൻസ് എഴുതി വെച്ചാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. ക്രിട്ടിക്കൽ പാത്ത് കാണണം, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കാണാം, അതിന് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ മൊത്തം 7 മാർക്ക് 2 2 2 1 അങ്ങനെ ആ രീതിയിലായിരിക്കും മൊത്തം 7 മാർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അത്രയും ഭാഗം ഒന്ന് റിവൈസ് ചെയ്തിട്ട് കണ്ടു നോക്കാം. ഓക്കെ, അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ മൊത്തം വായിച്ച് നോക്കുക. അവിടെ നമുക്കറിയാം ഇത് പെർട്ടിൽ വരുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഇവൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അവിടെ പെസിമിസ്റ്റിക് ടൈമും അതുപോലെ തന്നെ മോസ്റ്റ് ലൈക്ലി ടൈമൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്തപോലെ എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു കാര്യം പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ ക്രിട്ടിക്കൽ പാത്ത് ABDF കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ 16.33 കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് പകർത്തി എഴുതുക, ശേഷം സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ പറയുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആ ഒരു തേർഡ് മൊഡ്യൂൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ശരിക്കും നമ്മുടെ ആ മൊഡ്യൂളിൽ വേറൊരു ഭാഗം കൂടി വരുന്നുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗം. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭാഗം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ചോയ്സ് ആയിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇതേപോലെ 2 പാർട്ടായിട്ടായിരിക്കും ഓരോ മൊഡ്യൂൾസും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം സേഫ് ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾ കുറേ ബേസിക്സ് പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. CPM എന്താണ്, പെർട്ട് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്താണ്, ഇവൻ്റ് എന്താണ്, സ്ലാക്ക് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കണം. അതുപോലെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം, അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, അങ്ങനെയുള്ള ഓപ്പറേഷൻസ്, പ്രീ ഓപ്പറേഷൻ, പോസ്റ്റ് ഓപ്പറേഷൻ, പിന്നെ കൺകറൻറ്റ് ഓപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി പോവാം. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മൾ ആ ഒരു തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കി ഫൈനൽ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.